ഹായ്, എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ എന്നും സ്കൂളിലേക്ക് പോകാനായിട്ട് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലുള്ള വീടാണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് ബോഗെയിൻവില്ലകൾ ഇപ്പോൾ പൂത്തു നിൽപ്പുണ്ടേ. ആ വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഈ ബോഗെയിൻവില്ല പൂക്കളെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂ ഒന്നുമൊക്കെ അതിനൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോഗെയിൻവില്ലകളെ കുറിച്ച് കുറേ അധികം എനിക്കിഷ്ടമാണ്. പല കളേഴ്സ് കാണാൻ നല്ല രസമാണ്. ഇത് ചട്ടികളിലാണ് ഇവിടെ ബോഗെയിൻവില്ലകൾ നിർത്തിയിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന കാരണം നിറയെ പൂക്കളിട്ട് മനോഹരമായിട്ട് അതിലെ പോകുന്നവരെല്ലാം ഈ വീട്ടിലേക്കും ഈ വീട്ടിലെ ചെടിച്ചട്ടിയിലേക്കും ആയിരിക്കും നോക്കുന്നത്. വേനൽക്കാലം തുടങ്ങുന്ന ജാനുവരി മുതലുള്ള മാസങ്ങളിലാണ് കേട്ടോ ബോഗെയിൻവില്ലകൾ പൂവിടുന്നത്. ബോഗെയിൻവില്ലയുടെ പൂവെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കളറുള്ള ഈ ഒരു പൂക്കൾ ആക്ച്വലി പൂക്കളല്ല, ഇതിൻ്റെ ഇലകളുടെ വ്യത്യസ്തമായ നിറങ്ങളാണ്. ശരിക്കും ബോഗെയിൻവില്ല പൂക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ നടുക്ക് വരുന്ന ട്യൂബും അതിനോട് ചേർന്നുള്ള ചെറിയ പൂക്കളുമാണ്. അത് ചിലപ്പം മഞ്ഞ കളറിലായിരിക്കും, ചിലതിന് വെള്ള കളറിലായിരിക്കും, ചിലതിന് ആ ഇലയുടെ തന്നെ സെയിം കളറായിട്ടും വരാറുണ്ട്. ഞാനിവിടെ ഈ പൂക്കളുടെ വീഡിയോ എടുക്കാൻ വരുമെന്ന് നേരത്തെ തുടങ്ങി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ 7 കളർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചട്ടിയുണ്ട്. ഈ 7 ബോഗെയിൻവില്ല നിറങ്ങളും ഒരൊറ്റ നാടൻ വെറൈറ്റിയിൽ ബഡ് ചെയ്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് പൂത്തുലഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ ജോസങ്ങളാണ്. ഈ ബോഗെയിൻവില്ല പൂക്കൾക്ക് അധികം വെള്ളം ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ പൂക്കളിൽ ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ചുവട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളമാണ് കേട്ടോ അവർക്കിഷ്ടം. നല്ല 5-6 മണിക്കൂർ വെയിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണിവ. ഞാൻ ചെന്ന് അന്ന് രാവിലെ എന്തായാലും ജോസങ്ങളില്ല, പക്ഷേ ചെടി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എന്നും സംസാരിക്കാറുള്ള ആൾക്കാരാണ്. നിർഭാഗ്യവശാൽ അന്ന് വീഡിയോ എടുത്ത ദിവസം മാത്രങ്ങൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അൽഫോൻസാൻ്റെയാണ് എനിക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ബഡ്ഡിങ്ങിൻ്റെ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും ഈ വീട്ടിൽ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ കാണിച്ചു തരാനേ. ഇത് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട് കൂടിയാണേ. ഡെസേർട്ട് റോസ് അല്ലെങ്കിൽ അഡിനിയം എന്നറിയപ്പെടുന്ന ചെടികളുടെ ഒരുപാട് വെറൈറ്റികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.